രാജേഷ് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അരിമാവ് കച്ചവടം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി മുടങ്ങുമെന്ന് KSEB അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അരിമാവ് തയ്യാറാക്കൽ നേരത്തെയാക്കി. പക്ഷേ 9:30 വൈദ്യുതി നിലച്ചു. നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി കൂടെ ഞാൻ ഇത് ചെയ്തു. എന്നാൽ അവർക്ക് അത് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ മെസ്സേജ് അയക്കാം, 9 മണി മുതൽ 5 മണി വരെ കറണ്ട് കട്ടില്ല. അപ്പം ഞാൻ ഈ അരി ഇടത്തില്ലായിരുന്നു. ഇതിനകത്ത് പകുതി ശതമാനം മാവ് മാത്രമേ ഈ മാവ് ഉഴുന്നിൻ അവിടെ വന്നിട്ടുള്ളൂ, ബാക്കി ചെക്കി കിടക്കുകയാണ്. ഇതോടെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അരിമാവ് പൊളിച്ചു, ഉപയോഗശൂന്യമായി. തന്റെ അവസ്ഥ KSEB ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ കൈമലർത്തി. അതോടെയാണ് അരിമാവുമായി കുണ്ട്ര KSEB ഓഫീസിന് മുന്നിലേക്ക് രാജേഷ് എത്തിയത്. ഇളമ്പള്ളൂർ വേൽത്തമ്പി നഗറിൽ ഫ്ലവർ മിൽ ഉടമയാണ് രാജേഷ്. അതേസമയം ട്രാൻസ്ഫോമറിലുണ്ടായ പ്രശ്നമാണ് വൈദ്യുതി വിതരണം നേരത്തെ നിർത്താൻ കാരണമെന്നാണ് KSEB ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. പക്ഷെ നമ്മൾ കൊടുത്തതിനകത്ത് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പെട്ടെന്നൊരു ട്രാൻസ്ഫോമർ ഫാൾട്ടായി പോയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് സിറ്റുവേഷൻ ആയിട്ട് ആ ഫീൽഡ് ഓഫ് ചെയ്യേണ്ടി വന്നു. 3 ട്രാൻസ്ഫോമർ ഓഫ് ആയത് 3 ട്രാൻസ്ഫോമർ കൺസ്യൂമറിനെ നമുക്ക് OMS വഴി അറിയിച്ചിട്ടുള്ളൂ. 10,000-ഓളം രൂപയാണ് രാജേഷിന് ഇതുമൂലം നഷ്ടമായത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രതിഷേധ രീതികളൊക്കെ മുൻപ് നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ നായർ നമുക്കൊപ്പം ഉണ്ട്. കണ്ണൻ, ആ സംരംഭകൻ പറയുന്ന സങ്കടം ശരിയാണ് അല്ലേ? ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന അതിങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അവരുടെ കച്ചവടം മുടങ്ങിയാൽ തന്നെ അവരെ ബാധിക്കും. KSEB പറയുന്നു അടിയന്തര സാഹചര്യം ഉണ്ടായെന്ന്. എന്താണ് സംഭവിച്ചത്? തീർത്തും ഗതിയിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് കുണ്ട്ര സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന ആ യുവ സംരംഭകൻ പോയത്. കാര്യം കഴിഞ്ഞ ദിവസം കൃത്യമായി കറണ്ട് ഉച്ചയ്ക്ക് ശേഷം പോകുമെന്നുള്ള ഒരു വിവരം KSEB അറിയിച്ചിരുന്നു. അത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഈ ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണിലേക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ട് എന്തായാലും 1:30 ആകുമ്പോഴത്തേക്ക് പോകുമല്ലോ, അതിനു മുമ്പ് തന്നെ ഈ പണികളെല്ലാം നേരത്തെ തീർക്കാമെന്ന് പറഞ്ഞ് വെളുപ്പിനെ തുടങ്ങിയതാണ്. ഈ അരി മാവ് അരച്ച് മാറ്റാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ 9:00 കൂടിയാണ് ഈ കറണ്ട് ആദ്യം പോകുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം കറണ്ട് ഉണ്ടായിരുന്നില്ല. തൊട്ട് പിന്നാലെ കറണ്ട് വന്നു. അപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും 1:30 ശേഷം മാത്രമായിരിക്കും കറണ്ട് പോകുകയായിരുന്നത്. പക്ഷേ പൊടുന്നനെ 3-4 തവണ ഇങ്ങനെ കറണ്ട് വന്നും പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് KSEBയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ കറണ്ട് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യും, വൈദ്യുതി വിതരണം അവസാനിപ്പിക്കും. കാര്യം നേരത്തെ തന്നെ ഈ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷേ ആ മനുഷ്യന് ഏതാണ്ട് 10,000-ഓളം രൂപ മുടക്കി അരി ഉഴുന്നുമൊക്കെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ച് ഒരു പാക്കറ്റിലേക്ക് ആക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു പോകുന്നത്. അരച്ച അരിമാവ് പൂർണ്ണമായും പുളിച്ചു പോകുന്ന ഒരു ഉണ്ടായി. അത് ഉപയോഗശൂന്യമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പല കുറി ഈ കാര്യങ്ങളെക്കുറിച്ച് KSEB ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും അത് ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഒരു നിസ്സംഗ സമീപനമാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് രാജേഷ് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ ഈ മാവുമൊക്കെയായി KSEBയുടെ കുണ്ട്ര സെക്ഷൻ ഓഫീസിലേക്ക് എത്തുന്നത്. അവിടെ പല ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. യാതൊരു തരത്തിലും തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ആ KSEB ഓഫീസിന് മുന്നിൽ പാത്രത്തിലുണ്ടായിരുന്ന മാവ് എടുത്ത് തലവഴിയെ ഒഴിച്ച് അയാളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളൊരു പ്രതിഷേധം ഉണ്ടാക്കണമെങ്കിൽ, അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങൾ അങ്ങനെ നശിപ്പിച്ച് കളയണമെങ്കിൽ ആ മനുഷ്യന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളിലേക്കൊന്നും തന്നെ KSEB പോകാതിരിക്കുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവരെ അറിയിക്കുക. കാര്യം അവർ ഒരു ജോലിയിലേക്ക് ഏർപ്പെടില്ലല്ലോ, അല്ലെങ്കിൽ ആ ജോലി ചെയ്യേണ്ടതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും തന്നെ തയ്യാറാക്കി വെക്കുകയുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം കൂടി KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ വിഷയത്തിൽ KSEB ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് ട്രാൻസ്ഫോമറിന് ഒരു വേരിയേഷൻ ഉണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് വരുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആ വൈദ്യുതി നിലച്ച, അല്ലെങ്കിൽ വൈദ്യുതി വിതരണം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഒരു മനുഷ്യൻ്റെ ജീവിതമാർഗ്ഗമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കറണ്ട് കട്ട് ചെയ്യുമെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചാൽ അവർ അന്നത്തെ ദിവസം ജോലിയെങ്കിലും ഉപേക്ഷിച്ച്, ഇത്രത്തോളം പൈസ നഷ്ടമാകില്ലല്ലോ, ആ ജോലിയെങ്കിലും ഉപേക്ഷിച്ച് അവർ കൃത്യമായി അവരുടെ മറ്റു കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇനിയുള്ളവർ എന്തായാലും ഇത്തരം ചെറുകിട സംരംഭകർക്ക് ഒരു ദിവസം തന്നെ പ്രതിസന്ധി ഉണ്ടായാലും അത് വലിയ കഷ്ടമാണ്. പിന്നെ KSEB പറഞ്ഞ പോലെ ഇപ്പോൾ ട്രാൻസ്ഫോമർ അടിയന്തരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതും അവർക്ക് അവരുടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായി കാണില്ല. എന്തായാലും നഷ്ടം വന്നു ഒരു സംരംഭകൻ എന്നതാണ് സങ്കടകരമായ കാര്യം. ശരി കണ്ണ.